ജീവിതത്തിൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് ഇന്ന് ഉദ്യോഗത്തിനൊന്നും പോണില്ല കേട്ടോ. അപ്പോൾ രാവിലെ ബാങ്കിലൊന്ന് പോകണം, കുറച്ച് പലിശയൊക്കെ അടയ്ക്കാനുണ്ട്. പിന്നെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പോണ വഴിക്ക് എൻ്റെ ഈ കുഞ്ഞിപ്പൂന് അംഗനവാടിക്കാർക്ക് കൊടുക്കണം, തിരിച്ചു വരുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അതിനു മുമ്പുള്ള കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇത്. എവിടെ പോകണമെങ്കിലും എനിക്കുള്ള പണി അത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അത് ചെയ്യാനായിട്ട് ഇവിടെ ആരും വരൂല. എന്നാലും മക്കൾ അതവിടെ ഇട്ടേരെ, അമ്മച്ചി കഴുകിയേക്കാം എന്നൊരു അശരീരി വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. എവിടുന്ന്, ഞാൻ തന്നെ അതെല്ലാം കഴുകി തീർത്തു. അപ്പോൾ എനിക്ക് പോകാനായിട്ട് ഞാൻ എടുത്തു വെച്ച എൻ്റെ സ്വന്തം മയിൽവാഹനമായിരുന്നു ഇത്. പക്ഷേ പെട്രോളിൻ്റെ വിലയെക്കാട്ടിലും എന്നെ ഏറെ വേദനിപ്പിച്ചത് എന്താണെന്നറിയോ? ഉച്ചയ്ക്ക് ദേഹത്തടിക്കുന്ന പൊള്ളുന്ന വെയിലാന്നേ. അത് കൊള്ളുന്നതിനേക്കാളും നല്ലത് വല്ല തീലങ്ങാണം പോയി ചാടുന്നതാ. അതുകൊണ്ട് ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. നമുക്കേ KSRTC മതിയെന്നേ. അതാകുമ്പോൾ സന്തോഷകരമായ യാത്രയായിരിക്കുമല്ലോ. അങ്ങനെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഞാൻ പോകാൻ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. ഉള്ളത് പറയാമല്ലോ, കുറേ സമയമായി ഇവിടെ വന്നതാ ഇതേപോലെ പോസ്റ്റായിട്ട്. അല്ലെങ്കിൽ ഒരു 100 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഞാനിവിടെ വന്ന് നിന്നതിന് ശേഷം ഒറ്റൊരെണ്ണം വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊക്കെ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഇതേപോലെ ആണല്ലോ. അങ്ങനെ കാത്തിരുന്ന് ഒടുവിലൊരു വണ്ടി വന്നു, അതിൽ കയറി ഞാൻ പോവാണേ. അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു. തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ദാഹം. ഒരു ചായ കുടിച്ചു, ഉഴുന്നുവട കഴിച്ചു. ദാഹം തീരാത്ത കാരണം ഒരു ജ്യൂസും കുടിച്ചു കേട്ടോ. തിരിച്ച് വീണ്ടും വന്നപ്പോൾ ഒരു 2 ബിരിയാണി പാഴ്സൽ മേടിച്ചു. രാവിലെ പോകാനിറങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഒരു കൂട്ടം കൊണ്ടുവരാം, അത് മേടിക്കുമ്പോൾ ഒരു ചിരി മാത്രം മതിയെന്ന് കേട്ടോ. പക്ഷേ ഇത്രയ്ക്ക് ചിരി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. അപ്പോൾ നമ്മൾ കുറേ ആയി കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. കൊണ്ടുവന്ന പാടെ അതെല്ലാം ഒരു പാത്രത്തിൽ അങ്ങോട്ട് തട്ടിയിട്ട് വെച്ചു. പപ്പടം പൊടിഞ്ഞു പോയി കേട്ടോ. സലാഡും ഒരു പാത്രത്തിലാക്കി. എൻ്റെ കുഞ്ഞപ്പൂന് പനിയാന്നേ. ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് പനി. അപ്പോൾ പിന്നെ കുഞ്ഞപ്പൂനും കൊടുത്തു, അമ്മയ്ക്കും കൊടുത്തു. എനിക്കുള്ളത് എടുത്തോണ്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് കേട്ടോ. മുറ്റത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ചൂടാന്നേ. കണ്ണിലിങ്ങനെ അടിക്കുകയാണ്. ചൂടിൻ്റെ പരസ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബിരിയാണി വയറ്റിലോട്ട് പോകത്തില്ല. അതും അടുത്ത് കൊണ്ടുവച്ച് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് വയ്യ. നമുക്ക് ഐശ്വര്യമായിട്ട് പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കാം. പ്ലേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയോ ഒരു സങ്കടം. കാരണം എന്നും ഞാൻ പൊതിച്ചോറ് കഴിക്കുന്നതല്ലേ. ഇന്ന് എൻ്റെ പൊതിച്ചോറിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യലൊക്കെ ഒരറ്റത്ത് കിടക്കും. പൊതിച്ചോറ് എന്നും കഴിക്കുന്നതല്ലേ, ഇന്ന് ബിരിയാണി കഴിക്കാം. ഞാൻ വിചാരിച്ചു കൊള്ളത്തില്ലായിരിക്കും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വയറ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി എടുക്കണം. അപ്പോൾ ഇങ്ങനൊന്നും ഇരുന്ന് കഴിച്ചാൽ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ ഇരുന്ന് കഴിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രം കഴിച്ചാൽ മതിയോ? വേണ്ട, എൻ്റെ കോഴിക്കുട്ടന്മാർക്കും കൊടുക്കണ്ടേ. അവർക്കുള്ള ഞാൻ നേരത്തെ കൊടുത്തു കേട്ടോ. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇത്തിരി നേരം ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. നമുക്കിനി നാളെ കാണാം കേട്ടോ. അതുവരയ്ക്കും ടാറ്റാ.